സ്കൂളുകളിൽ നടപ്പാക്കുന്ന സോംബയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി.കെ. അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ്. അഷ്റഫ് മാഷിനെതിരെയുള്ള നടപടിയെ ശക്തമായി എതിർക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പിടികൂടാൻ ഈ ആവേശം കണ്ടില്ല. ഒരു മതസംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്റെ ആശങ്ക അറിയിക്കുകയാണ് ചെയ്തതെന്നും പി.കെ. ഫിറോസ് വ്യക്തമാക്കി. ഇവിടെ ഒരാൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ജനാധിപത്യപരമായി ഒരാൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും ഫിറോസ് പറഞ്ഞു. ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്ന മേഖലയായി ആരോഗ്യ മേഖല മാറി. മിക്ക മന്ത്രിമാർക്കും ജനങ്ങൾക്ക് മാർക്കിടാൻ തീരുമാനിച്ചാൽ 0 മാർക്കായിരിക്കും. 0-ലും താഴെ മാർക്ക് ലഭിക്കുക ആരോഗ്യമന്ത്രിക്കാണ്. ശൈലജ ടീച്ചറെ ഒതുക്കാനാണ് പിണറായി ആരോഗ്യം വീണ ജോർജ് നൽകിയതെന്നും ഫിറോസ് ആരോപിച്ചു. ഭസ്മാസുരന് വരം നൽകിയതുപോലെയാണ് ആരോഗ്യവകുപ്പ് വീണ ജോർജിന് നൽകിയപ്പോഴുള്ള അവസ്ഥ. ആശുപത്രിയാകുമ്പോൾ പഞ്ഞിയും നൂലും കുറയും എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. പിന്നെ കുന്തവും കുടച്ചക്രവും ഉപയോഗിച്ചാണോ ശസ്ത്രക്രിയ നടത്തുക എന്നും ഫിറോസ് വിമർശിച്ചു. ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടിയാൽ സത്യം പുറത്തുവരില്ല എന്നാണോ സർക്കാർ കരുതുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായിട്ട് നാളുകൾ ഏറെയായി. ഇന്നുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഹർഷിന എത്ര വർഷമായി ചികിത്സാ പിഴവിന്റെ ദുരിതം അനുഭവിക്കുന്നു. സ്വകാര്യ ലോബിയെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ സംസ്ഥാനത്ത് കൂണുപോലെ മുളച്ചു പൊന്തുന്നു. ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടുന്നത് പോലെ ജനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ സർക്കാരിനാവില്ലെന്നും പി.കെ. ഫിറോസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.